ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മഴക്കാലത്തുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ്. മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഈർപ്പം തങ്ങി നിന്നിട്ട് നമ്മുടെ തൊലിയുടെ നൈസർഗികമായ പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും പുറത്തുനിന്ന് അണുബാധ വരികയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇത് കാണുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം. ഫംഗൽ ഇൻഫെക്ഷനിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കാൻഡിഡ സ്പീഷീസോ അല്ലെങ്കിൽ ഡെർമറ്റോഫൈറ്റ് എന്ന് പറയുന്ന സ്പീഷീസോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ കൂടുതൽ നേരം വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്കും കാലിൻ്റെ വിരലിടകൾ അഴുകിയിട്ട് അവിടെ പൂപ്പൽ ബാധ സംഭവിക്കാം. അപ്പോൾ പൂപ്പൽ ബാധ വരുമ്പോഴത്തേക്കും ഈ വെളുത്ത നിറത്തിന് ചുറ്റും ഒരു ചുവപ്പ് നിറം പ്രത്യക്ഷപ്പെടാം, ചൊറിച്ചിലുണ്ടാകാം, ചെറിയ പഴുത്ത കുരുക്കളും പ്രത്യക്ഷപ്പെടാം. ഇത് കാലിൽ വരുന്നത് പോലെ തന്നെ ശരീരത്തിൽ എവിടെ ഈർപ്പം തങ്ങി നിൽക്കുന്നോ ആ ഭാഗങ്ങളിൽ എല്ലാം വരാം. അപ്പം സാധാരണ നമുക്ക് വിയർക്കുന്ന ഭാഗങ്ങൾ, തുടയുടെ സൈഡിൽ, കക്ഷത്ത്, ബ്രസ്റ്റിൻ്റെ അടിയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ, അതായത് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരിലും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർമറ്റോഫൈറ്റ് ഇൻഫെക്ഷനാണ്. അത് നമ്മുടെ കാൽപാദത്തിൽ, സാധാരണ മഴയത്ത് കാലിലാണല്ലോ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്നത്. അപ്പോൾ കാൽപാദത്തിൽ കൂടുതൽ നേരം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ, ചുവപ്പ് നിറം, കട്ടിയുള്ള റാഷസ്, അതിൽ കീറലായിട്ടൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് യൂഷ്വലി ഒരു കാലിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നീട് 2 കാലിലേക്കും പകരാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിലും പ്രത്യക്ഷപ്പെടാം. നേരത്തെ പറഞ്ഞതുപോലെ വിയർപ്പ് തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നനഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ഇത് സ്കിന്നിൽ വരുമ്പോഴത്തേക്കും വട്ടത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സാധാരണയായിട്ട് വട്ടച്ചൊറി എന്നാണ് പറയുന്നത്. അപ്പം ഒരു റൗണ്ട് റാഷ് ആയിരിക്കും കാണുന്നത്. ഇത് ഒന്നിലധികമോ റൗണ്ട് റാഷസ് ചേർന്നിട്ട് ചിലപ്പോൾ പോളിസൈക്ലിക് ബോർഡറായിട്ടും പ്രത്യക്ഷപ്പെടാറുണ്ട്. നമുക്ക് വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളായ തുടയുടെ സൈഡ്, കക്ഷം, ബ്രസ്റ്റിൻ്റെ അടിയിൽ, അങ്ങനെ എവിടെ വേണമെങ്കിലും ഇതും പ്രത്യക്ഷപ്പെടാം. ഇത് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മഴക്കാലത്ത് നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുളിച്ച് ആ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ഇട്ട് ഈ ഇടുപ്പ്, അതായത് വെള്ളം തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കാറ്റ് കൊള്ളിച്ച് അവിടെ പൗഡർ ഇടുക. ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഈ സമയത്തും നല്ലത്. ഇനി വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയ മൂലമുള്ള അണുബാധയാണ്. സാധാരണ രോമക്കുത്ത് പഴുത്തു വരുന്നത് അല്ലെങ്കിൽ ഇമ്പറ്റിഗോ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഈ മഴക്കാലത്ത് കൂടുതലായിട്ടും കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊലിയുടെ പ്രതിരോധശേഷി കുറഞ്ഞിട്ട് രോമക്കുത്തുകളിൽ അണുബാധ പ്രത്യക്ഷപ്പെടുകയും നമുക്ക് പഴുത്ത കുരുക്കളായിട്ട് വരികയും ചെയ്യുന്നു. ഇത് വിയർക്കുന്നവരിലും വരാം, എക്സസൈസ് ചെയ്യുന്നവരിലൊക്കെ ധാരാളം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയുള്ളത് ഇമ്പറ്റിഗോ ആണ്. ഇമ്പറ്റിഗോ കൊച്ചു കുട്ടികളിലാണ് സാധാരണ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലും ഇത് വരാറുണ്ട്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാം. സാധാരണ വെള്ളം നിറഞ്ഞ കുമിളയായിട്ടോ അല്ലെങ്കിൽ വട്ടത്തിലുള്ള പൊറ്റ പോലെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് മുഖത്തോ അല്ലെങ്കിൽ മൂക്കിൻ്റെ സൈഡിലോ വരികയോ അല്ലെങ്കിൽ പനിയോടുകൂടി വരികയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് മരുന്നുകളും കഴിക്കേണ്ടതായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കാണിച്ച് മരുന്നെടുക്കുന്നതാണ് ഉചിതം. ഇത് ഒരു കുട്ടിയിൽ നിന്ന് മറ്റു കുട്ടികളിലേക്ക് പകരാവുന്നതാണ്. ഇനി വരുന്നൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലും കാലിലൊക്കെ കൂടുതലായിട്ടും വെള്ളത്തിൽ തന്നെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാവുന്ന കൊറിയൻ ബാക്ടീരിയ കാരണം പ്രത്യക്ഷപ്പെടുന്ന പിറ്റഡ് കെരാറ്റോലൈസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇത് കയ്യിലോ കാലിലൊക്കെ അരിപ്പ് പോലെയുള്ള ചെറിയ കുത്തു പോലെയുള്ള കുഴികളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഈ അധികം നേരം വെള്ളത്തിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഷൂസോ അല്ലെങ്കിൽ ഗ്ലൗസോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഗ്ലൗസും ഷൂസും ഒക്കെ ധരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്ത് വെള്ളം കയറരുത്. കാരണം നമ്മൾ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാളും ഉപദ്രവകരമാണ് ഈ ഗ്ലൗസിനകത്തും ഷൂസിനകത്തും വെള്ളം തങ്ങി നിൽക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ടൈറ്റാക്കിയിട്ട് ഒട്ടിച്ച് വെക്കാനോ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കാണുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പേര് ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരാളുകളിലേക്ക് പകരുന്ന സ്കേബീസ് എന്ന് പറയുന്ന അസുഖമാണ്. ഇതൊരു മൈറ്റ് കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ചൊറിച്ചിലോട് കൂടിയ കുരുക്കൾ പ്രത്യക്ഷപ്പെടാം. പ്രത്യേകിച്ച് വിരലിൻ്റെ ഇടഭാഗം, നമ്മുടെ കൈമടക്ക്, എൽബോയുടെ ഭാഗം, കക്ഷം,
ബ്രസ്റ്റിൻ്റെ ഭാഗം, പൊക്കിളിൻ്റെ ഭാഗം, മൂത്രമൊഴിക്കുന്ന ഭാഗങ്ങൾ. ഇത് രാത്രിയിലായിരിക്കും കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഈ വ്യക്തിയുടെ കൂടെ താമസിക്കുന്ന മറ്റ് പലർക്കും ഇതേ സിംറ്റംസും കാണാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ ഒരാളെ മാത്രം ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇത് ഭേദമാവത്തില്ല. ആ കൂടെ താമസിക്കുന്ന എല്ലാ കുട്ടികളെയും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരെയും ചികിത്സിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് പുറമേ വരട്ടുന്ന മരുന്നുകൊണ്ട് തന്നെ സുഖപ്പെടുമെന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സ തേടാനായിട്ട് ശ്രമിക്കുക. ഈ അസുഖത്തിൻ്റെ പേരാണ് സ്കേബീസ്. ഇനി സാധാരണയായിട്ട് കാണുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള അസുഖങ്ങൾ, ചർമ്മ പ്രശ്നങ്ങൾ ഈ മഴക്കാലത്ത് അധികരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ചാൽ എക്സിമ എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പം നമുക്ക് ഓൾറെഡി ചൊറിച്ചിൽ, ചുവപ്പ് നിറം, പൊട്ടി ഒലിച്ച് വരിക, നനവോട് വരിക, ഇങ്ങനെയുള്ള കണ്ടീഷൻ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം. ഇത് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് മാറി മാറി വരുന്ന ടെമ്പറേച്ചറിൽ, അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരിക്കും, ചിലപ്പോൾ നല്ല ചൂടായിരിക്കും, ചിലപ്പോൾ തണുപ്പായിരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചൊറിച്ചിൽ വരാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചൊറിച്ചിലിനുള്ള മരുന്നുകൾ കഴിക്കുക, പുറത്ത് പുരട്ടാനുള്ള ഓയിൻമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, മോയ്സ്ചറൈസിങ് ലോഷൻ പുരട്ടുക എന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ എക്സിമ അധികരിക്കാനുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരമോ ഇടുന്ന വസ്ത്രങ്ങളോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ എക്സിമേനെ കൂട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മഴക്കാലത്ത് കൂടുതലായിട്ട് വരുന്ന മറ്റൊരു പ്രശ്നം ആക്നിയാണ്, മുഖക്കുരു. മുഖക്കുരു ഇപ്പോഴുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഖക്കുരുവിന് വേണ്ടിയിട്ട് ഈ സമയത്ത് ഓയിലി സെക്രീഷൻ കൂടുതലായിരിക്കും, മുഖത്ത് എണ്ണമയം വരുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാനുള്ള ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പം മുഖം വെറുതെ വെള്ളം കൊണ്ട് കഴുകുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ജെൻറ്റിലായിട്ടുള്ള സ്കിൻ ക്ലെൻസേഴ്സാണ് ഈ സമയത്ത് ഉപയോഗിക്കേണ്ടത്. അത് രാവിലെയും വൈകിട്ടും 2 നേരം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഒരു മോയ്സ്ചറൈസിങ് ക്രീം, നോൺ കൊമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക. നമുക്ക് കുരുവുള്ള ഭാഗത്ത് മാത്രം മരുന്നുകൾ പുരട്ടുക. ഒരിക്കലും ആക്നിയുടെ മരുന്നുകൾ തേച്ച് പിടിപ്പിക്കരുത്. ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്യാനേ പാടുള്ളൂ. കാരണം ഇത് പൊരിച്ചിലുണ്ടാക്കും. ഈ ആക്നി മരുന്നുകൾ അതിൻ്റെ ഉപയോഗം തന്നെ ആ കുരുക്കളെ പൊരിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനെ ദോഷമായിട്ട് ബാധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിവതും വെള്ളം നന്നായിട്ട് കുടിക്കുക. കാരണം മഴക്കാലം ആകുമ്പോൾ എല്ലാവരുടെയും വെള്ളം കൂടി കുറവാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ശരീരം മൃദുവായിട്ടിരിക്കാനായിട്ടുള്ള സാഹചര്യം വർദ്ധിക്കുന്നു. നന്ദി, നമസ്കാരം.